അപ്പോൾ ഞാനിങ്ങനെ നടന്നിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ സുഹൃത്തുണ്ട്, ആ സുഹൃത്തിനോടൊക്കെ നമുക്ക് ചോദിക്കാം. ഇവിടെ നടന്ന് കുട ചൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് കനോലി കനാൽ പുഴ. അപ്പോൾ അതിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. 2-3 ദിവസം ശക്തമായ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ വീഡിയോയിലൂടെ. കണ്ടില്ലേ? ഇതാണ് കനോലി കനാൽ പുഴ. ഇനി ഈ മഴ ശക്തമായി തുടർന്നാൽ ഇവിടെ വെള്ളം കൂടുതൽ പൊങ്ങാൻ കൂടുതൽ ചാൻസാണ്. കണ്ടോ, ഇത്രയും ഭാഗം മാത്രമേ ഇനി വെള്ളം മുങ്ങാൻ ഉള്ളൂ. അപ്പോൾ മഴ ശക്തമായി തുടർന്നാൽ ഇവിടെ വെള്ളം പൊങ്ങി ഇങ്ങോട്ടൊക്കെ കയറാൻ കൂടുതൽ ചാൻസാണ്. അതാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾ? ഇത്രയും ഭാഗം വെള്ളം പൊന്തിയതാണ്. ഈ പുഴ മുഴുവനായി നിറഞ്ഞു കവിഞ്ഞ് കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കനോലി കനാൽ പുഴയാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ പാറക്കട് പാലത്തിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്നത്. പാറക്കട് പാലത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എല്ലാം ഏകദേശം വെള്ളം പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ പാറക്കട് ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കനോലി കനാൽ പുഴ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ പുഴയിലെ അടിയൊഴുക്കിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ ശക്തമായി ഇത് മഴ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഇവിടെ വെള്ളം പൊങ്ങാൻ കൂടുതൽ ആകും. അപ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധ നല്ലതാണ്. അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക്. കനോലി കനാൽ പുഴയിൽ നിറഞ്ഞു കഴിഞ്ഞ 2-3 ദിവസമായി ഇവിടെ നല്ല ശക്തമായ മഴയാണ്. ഈ കനോലി കനാൽ പുഴയിലേക്ക് ഇവിടെ ഒഴുകിപ്പോകുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കനോലി കനാൽ പുഴ. ഇനി ഈ മഴ തുടർന്ന് ശക്തമായി കൂടി പോവുകയാണെങ്കിൽ ഇവിടെ വെള്ളം കൂടുതൽ പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കനോലി കനാൽ പുഴയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കനോലി കനാൽ പുഴ. കാണുന്നുണ്ട് നിങ്ങൾ? ഇതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ഇത്രയും ശക്തമായ മഴയ്ക്ക് 2-3 ദിവസമായി നല്ല മഴയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ കനോലി കനാൽ പുഴ എന്ന് പറഞ്ഞ പാറക്കട് ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ പാറക്കട് ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. കനോലി കനാൽ പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. ശക്തമായ മഴയാണ് കേട്ടോ. 2-3 ദിവസമായി നല്ല മഴയാണ് ഇവിടെ. മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴ നല്ല ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി തുടർന്ന് നല്ല ശക്തമായ മഴ തന്നെയാണ്. ഇന്നലെ രാത്രി ഭയങ്കര കാറ്റും അത്രത്തോളം ഇവിടെ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വെള്ളം അത്രയും കൂടുതൽ പൊങ്ങുന്നുണ്ട് കേട്ടോ. വെള്ളം പൊങ്ങുന്ന ഭാഗമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ ഒഴുക്ക്. അത്രയ്ക്കും നല്ല അടി ഒഴുക്കുണ്ട് കേട്ടോ ഈ പുഴക്ക്. ഇപ്പോൾ ശക്തമായി ഒഴുകുകയാണ് നമ്മളെ കനോലി കനാൽ പുഴ. കാണുന്നുണ്ടോ നിങ്ങൾ?
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഫില്ലറിൻ്റെ ഭാഗം കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫില്ലറിൻ്റെ ഭാഗത്തുള്ള ഈ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കനോലി കനാൽ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന അടിയൊഴുക്കൂടെ ഒഴുകി പോകുക. ഈ രണ്ട് സൈഡിൽ കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ സൈഡിൽ കൂടെ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ വെള്ളം കയറി നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗത്തിൽ പുഴയുടെ അക്കരെ ഭാഗമാണ് നമ്മുടെ കോഴിക്കോട് ജില്ല. ഇക്കരെ ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഈ മലപ്പുറം ജില്ല ഭാഗമാണ്. മലപ്പുറം ജില്ലേൻ്റെ ഭാഗം ഈ പുഴയുടെ ഇക്കരെ ഭാഗം തൊട്ടിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഇക്കരത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ജില്ല ഭാഗമാണ് ഇതിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പുഴയുടെ ഭാഗത്തുള്ള എല്ലാവരും നിൽക്കുന്നവരെല്ലാവരും സുരക്ഷിതമാവണം എന്ന് കൂടെ ഈ 2-3 ദിവസത്തെ മഴ കാരണത്താൽ ഇന്നലെ തൊട്ടുണ്ടായ നല്ല കാറ്റും അവസ്ഥകളും കാരണം ഈ പുഴയ്ക്ക് പെട്ടെന്ന് വെള്ളം അടിയൊഴുക്കുകൾ കൂടി എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഞാൻ ഈ പുഴയുടെ പക്കത്ത് കൂടെ പോകുന്ന ഒരുപാട് നാളൊക്കെ ഈ പുഴയുടെ പക്കത്ത് കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഫില്ലറിൻ്റെ അടിയിലുള്ള ഈ ഒഴുക്കിൻ്റെ ഈ അവസ്ഥകൾ നേരത്തെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പാലത്തിൻ്റെ അടിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ കാഴ്ചകൾ നമ്മൾ പുറമെ നോക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല. അതാണ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ നമ്മളെ ഈ പഞ്ചായത്തിലെ അധികൃതരും ഇടയ്ക്കൊന്ന് സുരക്ഷിതമായി ഒന്ന് ഇവിടേക്കൊന്ന് വന്ന് നോക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അപ്പം നമുക്കെല്ലാവർക്കും സുരക്ഷിതമാവണം എന്നതൊക്കെ കൂടെ ഞാൻ നിങ്ങളിലെല്ലാം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ കനാൽ പുഴയുടെ ഞാൻ പറഞ്ഞു വെള്ളം ഇങ്ങനെ പാറക്കടവ് ഭാഗം ഞാൻ നിങ്ങൾക്ക് ആദ്യം ഉൾപ്പെടുത്തിയിരുന്നു. ആ ഭാഗത്തിൻ്റെ വെള്ളം കൂടിയ കാഴ്ചയാണ്, ഒഴുക്ക് കാഴ്ചകളാണ്, അത് ഒഴുക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേട്ടോ, ഇവിടെ കാണാൻ പറ്റും വെള്ളം നല്ല നിറഞ്ഞ് ഈ കെട്ടിൻ്റെ പില്ലറൊക്കെ മൂടി കേൾക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കാണാൻ പറ്റും ഈ പാലത്തിന് കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം നല്ല നിറഞ്ഞ് കേട്ടോ, ഈ വീടൊക്കെ ഇവിടെ ഉണ്ട്. ഈ കെട്ടിൻ്റെ സൈഡൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ പാറക്കടവ് പാലം. ആ പാലത്തിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. മണ്ണൂർ വിളയിലേക്ക് ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ് ഭാഗങ്ങളാണ്. ഇതിൻ്റെ വീടുകളും ഭാഗങ്ങളൊക്കെ പുഴൻ്റെ പക്കത്തുണ്ട് വീടുകൾ. എല്ലാവരും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഭാഗമാണ്. ഈ പാലത്തിൻ്റെ ഈ പാലത്തിൻ്റെ സൈഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നമ്മളെ പാലത്തിൻ്റെ ഇക്കര ഭാഗം, നമ്മളെ ഈ ഭാഗത്തിൻ്റെ ഇക്കര ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ മലപ്പുറം ജില്ലയിലെ ഭാഗം. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കോഴിക്കോട് ജില്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. 3 ദിവസമായി പെയ്ത മഴയുടെ കാഴ്ചകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ കനോലി കനാൽ നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുകയാണ്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കനോലി കനാൽ പുഴ കേട്ടോ. നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുകയാണ്. നിറഞ്ഞു കഴിഞ്ഞ് 2-3 ദിവസത്തെ മഴ ശക്തമായതിനാൽ ഈ പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ പുഴേൻ്റെ ഭാഗം കരയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. കരൻ്റെ ഇവിടെയൊക്കെ വെള്ളം മഴ പെയ്തിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ ഒരു സുഹൃത്ത് പണിയെടുക്കുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ. അപ്പോൾ അവർ പണിയെടുക്കുന്നുണ്ട് ഇവിടെ സുഹൃത്ത്. അപ്പോൾ നമുക്ക് ആ സുഹൃത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കനോലി കനാൽ പുഴയിലെ പാറക്കട് ഭാഗമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സുഹൃത്തിനോട് ഇവിടെ ചോദിക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. ആയിക്കാ എന്തൊക്കെയാണ് വർത്താനോ? നിങ്ങൾക്ക് മഴയൊന്നുമില്ലേ? മഴയൊക്കെ ഒന്നുമില്ലേ നിങ്ങൾക്ക്? അല്ല പിന്നെ ഇപ്പൊ കേട്ടോ പുഴ നല്ല നിറഞ്ഞ് ഒഴുകാണ്. കണ്ടില്ലേ? സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഇവിടെ ഉരുൾപൊട്ടലല്ല.
ഒരു അപ്പൊ ഇന്ന് ചാലിയാർ പോയിന്റ് ഒരു ശാഖ തന്നെയാണ് ഇത്. പോയിട്ട് ടച്ച് അപ്പൊ ഇന്നലെ കനാൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇത്. പുറത്തിനോടൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ ഈ കനോലി കനാൽ പുഴന്റെ പക്കത്താപ്പത് ഇത് നിങ്ങളുടെ സ്ഥലമാണോ? ഇപ്പൊ നമ്മുടെ സ്ഥലമാണ്. അപ്പൊ നിങ്ങളിപ്പോ ഫ്രീ ആയപ്പോ നിങ്ങള് വഴി റോഡ് പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പ്ലാൻ ഒന്നും പാട്ടാനില്ല. ഇവിടെ തെങ്ങ് തുറന്നപ്പോ തോലൊക്കെയാണ്. അത് ശരി. അപ്പൊ നല്ല മഴ ഉണ്ട്. അപ്പൊ ഈ അപ്പൊ കനോലി കനാൽ പുഴേന്റെ ഭാഗമാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമ്മളെ പാറക്കട ഭാഗത്തിന്റെ ഈ പുഴ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ പറഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം പൊന്തി നിന്നൊരു സ്ഥലമാണ് ഇപ്പൊ ഈ ഭാഗം മുഴുവൻ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കഴിഞ്ഞ പ്രളയത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെയൊക്കെ 2-3 ദിവസമായി നല്ല തുടർന്നയായ മഴയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പുഴയിൽ പാറക്കട ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ പാറക്കട ഭാഗത്തെ കനോലി കനാൽ പുഴ ഒഴുകുന്ന ഭാഗം ഇത് നമ്മളെ ചാലിയാറിൽ നിന്ന് ഒഴുകുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ വയനാട്ടിലൊക്കെ സംഭവിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിനെപ്പറ്റി മുന്നായിട്ട് നമ്മളെ ഈ സുഹൃത്തിനോട് നമുക്ക് കാര്യം ചോദിക്കാം. ഇപ്പോൾ എത്ര ദിവസമായി ഇവിടെ മഴ ഉണ്ടായിട്ട്? നല്ല കൂടുതൽ ശക്തമായത്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല കാറ്റാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി കാറ്റ് എങ്ങനെ ഉണ്ട്? അതിനെക്കുറിച്ച് എന്താ? അപ്പം എത്രയും നല്ല കാറ്റ്. അപ്പം മഴ എന്ന് പറഞ്ഞാൽ നല്ല ചരല് വാരി. അപ്പോൾ നല്ല അടി ഒഴുക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇനിയും ഈ മഴ ഇവിടെ തുടർന്നു പോയാൽ നമുക്കിവിടെ വെള്ളം പൊങ്ങോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? കഴിഞ്ഞ പ്രളയത്തിൽ കഴിഞ്ഞ പ്രളയത്തിലൂടെ വെള്ളം പൊന്തി ഇവിടെ അത്രയും ഭാഗങ്ങൾ വെള്ളമായിരുന്നു. അപ്പോൾ കേട്ടില്ലേ? അപ്പോൾ നമ്മളെ ഈ സുഹൃത്ത് പറഞ്ഞ ഈ സുഹൃത്തിൻ്റെ സ്ഥലമാണിത്. കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ ഇവിടെ വെള്ളം ഈ ഭാഗം മുഴുവൻ പൊന്തിയാണ്. അപ്പോൾ മൂപ്പരിവിടെ വന്ന് തെങ്ങ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മരമൊക്കെ വെട്ടിയിട്ട് തോലിടാണ്. അപ്പോൾ ഞാൻ മൂപ്പരെ കണ്ടപ്പോൾ അതിനെ പറ്റി. അപ്പോൾ ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ഇങ്ങനെ കാറ്റും മഴയും ഉണ്ടായിരുന്നു. എന്താ പറയുള്ളത്? ഇങ്ങനത്തെ ഒരു പ്രകൃതിദുരന്തമായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നു. അത് കാറ്റടിക്കും, പിന്നെ മഴ തുടർച്ചയായിട്ടുള്ള മഴ ഉണ്ടാവില്ല. അതുകൊണ്ട് മഴ പിന്നെ ഇങ്ങനെ വെള്ളം പൊങ്ങൂല. ഇന്നലത്തെ കാറ്റും മഴേന്റെ കാരണത്താലാണ് ഇപ്പോൾ 3 ദിവസം മഴ ഉണ്ടായിരുന്നു. അവിടുന്ന് വരുന്ന വെള്ളമാണ് ചാലിയാറിന്. അപ്പോൾ ചാലിയാറിന്റെ ഭാഗത്തു നിന്ന് ഒഴുകുന്ന ആ പുഴ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്നത് കേട്ടോ. ആ ഒഴുകുന്ന പുഴയാണ് നമ്മുടെ പാറക്കട ഭാഗം. കനോലി കനാൽ പുഴ എന്ന് പറഞ്ഞു പോകുന്ന കടലുണ്ടിക്കട ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗമാണ്. അതൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? ഈ പുഴ നമ്മൾ പിന്നെ ഇവിടുന്ന് നമ്മളെ ഇപ്പോൾ ഈ ഒഴുകുന്നത് ഒന്ന് ക്ലിയർ ആയിട്ട് പറ. ഇത് കനാല് പണ്ട് കാലത്ത് ചീനിണ്ടാക്കിയത് പറഞ്ഞു. അതുകൊണ്ടിപ്പോഴും ഈ ചാലിയാറായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി അന്ന് ചരക്ക് ഗതാഗതമായിട്ട് ഉണ്ടാക്കിയാന്ന് പറഞ്ഞു കേട്ടത്. അങ്ങനെ ഉണ്ടാക്കിയാണ്. അപ്പൊ നമ്മളെ ഓർമ്മയിൽ ചാലിയാറിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെള്ളം എന്തായാലും ഇങ്ങോട്ട് കൂടുതൽ. അപ്പൊ ആ തിക്കാണോ ഇപ്പൊ ഇവിടെ വരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മൾ കേട്ടു ഈ വയനാട്ടിലെ ഈ മണ്ണിടിച്ചിലും കുറേ അനുഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ ശാഖ ഇങ്ങോട്ട് വെള്ളം കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടോ? കനോലി കനാലായിട്ട് ടച്ച് ഉണ്ട് ഈ പുഴ. അപ്പോൾ ഇത് നമുക്ക് ഇത് കടലുണ്ടി ടച്ച് ചെയ്ത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കനോലി കനാൽ പുഴയെ കുറിച്ചാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞത്. നമ്മളെ ഈ കനോലി കനാൽ പുഴ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാത്തതുണ്ട് എന്താണ് എവിടെയാണ് ഈ കനോലി കനാൽ പുഴ. അപ്പം നമ്മളെ പുല്ലിപ്പറമ്പ് ഭാഗം നമ്മളെ കനോലി കനാൽ പുഴ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കുറേ ഉൾപ്പെടുത്തിയിരുന്നു. മലപ്പുറം ജില്ലയിൽ ബായലത്തൂടെയാണ് ഈ കോഴിക്കോടിൻ്റെയും ഭാഗത്തുകൂടെ 2 ഭാഗത്തുകൂടിയാണ് ഈ കനോലി കനാൽ പുഴ ഒഴുകുന്നത്. ഇത് കടലുണ്ടി പഞ്ചായത്താണ്. നമ്മളെ ഇപ്പം നിൽക്കുന്ന ഈ കര ഇത് നമ്മളെ കോഴിക്കോട് ജില്ലയല്ല, മലപ്പുറം ജില്ലയാണ്. അപ്പുറം ഭാഗമാണ് ഞാൻ പറഞ്ഞ കോഴിക്കോട് ജില്ല. ഈ പുഴ ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പാലം. ഈ പാലത്തിൻ്റെ അക്കരെ ഭാഗമാണ് കോഴിക്കോട് ജില്ല. അപ്പോൾ ഇതിൻ്റെ സംഭവത്തിൽ നമ്മളെ കനോലി കനാൽ പുഴയുടെ ഇക്കരെ മലപ്പുറം ജില്ലയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അക്കരെ ഭാഗം ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്കരെ ഭാഗമാണ് ഈ കോഴിക്കോട് ജില്ല. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയാണ് കേട്ടോ. ഈ മലപ്പുറം ജില്ലയും ഈ കനോലി കനാൽ പുഴയും ഇങ്ങനെ ഒഴുകുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തുകൂടെ തന്നെയാണ് ടച്ച് ചെയ്ത് പോകുന്നത്. അപ്പം എന്താണ് എനിക്കൊക്കെ ഇതിൽ പറയാൻ പറ്റുക? ഈ മഴ തുടർന്ന് ഇങ്ങനെ കൂടുതലായിട്ട് തന്നെ പെയ്യാണെങ്കിൽ ഇവിടെ വെള്ളം പൊങ്ങാൻ കൂടുതൽ ചാൻസ് ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തായിരുന്നു
അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയിൽ പറയാനുള്ളത് നമ്മളെല്ലാവരും ഇത് കാണുന്നവരാണെങ്കിലും ഒന്ന് രാത്രി കിടക്കുമ്പോഴും ഒക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധ വേണം. വെച്ചാൽ രാത്രി നല്ല മഴ ഇടിയൊക്കെ വരുമ്പം അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധ ഒന്ന് വേണം, അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഇതിനോട് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ ഇവിടെ ഞാൻ ഈ വെള്ളം വന്ന സമയത്തിലും നമ്മളെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അന്നത്തെ കാര്യങ്ങളൊന്നും എൻ്റെ ചാനലും ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യത്തിൽ ഞാൻ കനോലി കനാൽ പുഴയെക്കുറിച്ച് കുറേ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഇക്കന വരെ ഉൾപ്പെടുത്തിയിരുന്നു അന്ന് വീഡിയോയിൽ. അപ്പോൾ നമ്മളെ ഈ പാറക്കട് പാലമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പാറക്കട് പാലമാണിത്. അപ്പോൾ ഇനി പാറക്കട് പാലത്തിൻ്റെ ഈ ഇതാണ്ടോ ഈ കനോലി കനാൽ പുഴ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടോ, ഇതാണ് നമ്മളെ പാറക്കട് ഭാഗം. ഈ പാറക്കട് നമ്മൾ പാലമാണ്. ഈ പാലത്തിൻ്റെ അക്കരെയാണ് കോഴിക്കോട് ജില്ല. കണ്ടോ, ഇപ്പം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കനോലി കനാൽ പുഴ. കാണുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ കനോലി കനാൽ പുഴ. കണ്ടോ, ഈ കെട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം കൂടുതൽ ഇനിയും മഴ പെയ്യാൻ തുടർന്ന് പെയ്യുന്നുണ്ട്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വെള്ളം പൊങ്ങും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്താണ് വെള്ളപ്പൊക്കം കൂടുതൽ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറക്കട് ഭാഗം. ഈ പാലത്തിൻ്റെ അടിഭാഗമാണ്, ഞാൻ പില്ലറിൻ്റെ ഭാഗമാണ് നിങ്ങൾ കാണിക്കുന്നത്. അതൊക്കെ പറഞ്ഞാൽ മൂടിക്കിടക്കുകയാണ് കേട്ടോ. വെള്ളം അടിയൊഴുക്ക് നല്ലതുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ചാലിയാറിൽ നിന്ന് വരുന്ന വെള്ളം കൂടി ഇതിലേക്ക് ഒഴുകുന്നുണ്ട് നമ്മളെ ഈ കനാൽ പുഴയിലേക്ക്. അപ്പോൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കനാലി കനാൽ പുഴയിലൂടെ ഒഴുകി നമ്മളെ കടലോണ്ടി, കോട്ടക്കടവ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുകയാണ് നമ്മളെ ഈ പുഴ. അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സുഹൃത്ത് നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ സുഹൃത്ത് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണ്ടേ, അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ മൂപ്പരത് വെട്ടിടാൻ ചെയ്യും. അപ്പം നല്ല മഴയും കാര്യമായതുകൊണ്ട് മൂപ്പരിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മൂപ്പരോട് കണ്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഒന്ന് വിശദമാക്കി വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇക്കൊക്കെ എന്താ പറയുന്നത്, ഇതിനെ പറ്റി എന്താ പറയുള്ളത്? എല്ലാവരോട് എന്താ പറയുള്ളത്, നമ്മളെ ഈ പ്രേക്ഷകരോട് ഇവിടെ കാണുന്ന ഈ ഇവിടെയൊക്കെ വെള്ളം പോകുന്നതിനെ കുറിച്ച് ഇനി അപ്പോൾ രാത്രി ഇതേപോലെ ഈ മഴ ഇനി രാത്രി അപ്പോൾ ഒരു ശ്രദ്ധ നമുക്ക് വേണം എല്ലാവർക്കും. ഒരുപാട്. അപ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധയിൽ നിൽക്കണം എന്നാണ് ഇക്ക പറയുന്നത്. അപ്പം നിങ്ങളും അതുപോലെ ഈ കനോലി കനാൽ പുഴ ഈ ചാനൽ കാണുന്നവരും നമ്മളെ ഈ പഞ്ചായത്തും അതുപോലെ ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടേക്കൊന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നും കൂടെ ഞാൻ എന്താ അതിനൊക്കെ എന്താ പറയുള്ളത്. നമ്മളെ ഈ വെള്ളത്തിൻ്റെ കാര്യം ഇവിടെ പൊന്തലൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? ഞാൻ ഈ വീഡിയോ ഇത്രയും ഭാഗം എടുക്കാൻ കാരണം എല്ലാവരും ഈ വീഡിയോ മുഴുവൻ തന്നെ കാണണം എന്ന് വെച്ചതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തിലൂടെ ഞാൻ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. എല്ലാവരും സുരക്ഷിതമായിരിക്കണം എന്നുകൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചരക്കട പാലത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് വിശദമായിട്ട് കാണിക്കുക വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചരക്കട പാലത്തിൻ്റെ പുഴ ഒഴുകുന്ന ഭാഗം ഈ രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് സൈഡ് കെട്ടിയതാണ്. ആ കെട്ടിൻ്റെ
നമ്മൾ ഒരു രണ്ടാള ആയത്തിന് കെട്ടിയ 2 സൈഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ 2 സൈഡിൻ്റെ ഭാഗം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 2 സൈഡിൻ്റെ ഭാഗം ഇതാ മൂടി വരുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരും പറയുന്നത്, നമ്മളെല്ലാവരും ഇനിയും മഴ പെയ്ത് ഇപ്പോൾ മഴയില്ല, ഈ മഴ ഇപ്പം ലേശം നിന്ന് കിടക്കുന്നുണ്ട്. ഇനിയും നല്ല മഴ ശക്തമായി പെയ്യാൻ തുടങ്ങിയാൽ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം കയറാൻ കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം കയറാൻ കൂടുതൽ ചാൻസാണ്. അതുകൊണ്ട് ഇതിന് ഇക്കരെ ഭാഗത്ത് ഇക്കരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇക്കരെ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മലപ്പുറം ജില്ല ഭാഗമാണ്. ഇത് ഇപ്പുറം ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് അപ്പുറം കോഴിക്കോട് ജില്ലയാണ്. ഞാൻ അതിൻ്റെ ഭാഗത്തിലൂടെ ഞാൻ ചരക്കട ഭാഗത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഒഴുകി പോകുന്ന ഭാഗം. അപ്പുറം ഭാഗങ്ങളൊക്കെ മൂടിക്കിടക്കുന്ന ചില വെള്ളം കൂടുതൽ കേട്ടോ കൂടുതലായിട്ട് വെള്ളം ഇതാ കയറി വരുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്തിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം നല്ല ഒഴുക്കുണ്ട് കേട്ടോ, അടി ഒഴുക്ക് നല്ല ശക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാലത്തിന് മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ എത്തിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കെട്ടിൻ്റെ സൈഡുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 5 ഇഞ്ചിൽ മാത്രം നിൽക്കുന്നു. ബാക്കി കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഭാഗം ഒരു അടിയിലെടുത്തിട്ടുണ്ട്. ആ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ കൂടി വരുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത്, കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ലോങ് എന്നല്ല ഇവിടെ പുറത്ത് എടുത്ത് തന്നെയാണ് പിന്നെ നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൂം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഭാഗത്തിൻ്റെ കെട്ടുകളൊക്കെ മൂടി വരുന്ന ഭാഗമാണ് ഞാൻ ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, കാണാൻ പറ്റും. കണ്ടില്ലേ ഈ കനാൽ പുഴ ഒഴുകി വരുന്ന ഭാഗം. ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് ചരക്കട ഭാഗത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മുക്കത്തക്കട ഭാഗമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മുക്കത്തക്കട നമ്മൾ ചരക്കടത്ത് നിന്ന് നമ്മൾ പാറക്കടയിൽ നിന്ന് വരുന്ന ഭാഗം, അതിൻ്റെ സൈഡിലൊക്കെ തന്നെ റോഡുണ്ട്. ഈ റോഡിൻ്റെ സൈഡിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു ഫില്ലർ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പ്രളയം വന്ന സമയത്തൊക്കെ ഈ വീടുകളിലെല്ലാം വെള്ളമായിരുന്നു, വെള്ളം കയറി ഇവിടെ ആ ഭാഗങ്ങളും വീടുകളിലേക്കെല്ലാം വെള്ളം കയറി മനസ്സിലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ടല്ലേ. അപ്പോൾ നമ്മളെ ബഷീറക്കൻ്റെ വീട് ഇവിടെ എൻ്റെ തൊട്ടടുത്തുണ്ട്, അത് കാണാൻ പറ്റും. ബഷീറക്ക അവിടെ ഉണ്ട്. ബഷീറക്ക എന്താ പറയണേ? ബഷീർക്ക ഫോൺ ചെയ്യുന്നുണ്ട്. ബഷീർക്ക മഴ കൂടിയാൽ എന്താ സംഭവിക്കുക? മഴ കൂടിയാൽ മഴേൻ്റെ കാര്യത്തിൽ എന്താണ് ഇങ്ങനെ നോക്കിയത്, അതാണ് അതിന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബഷീറൊക്കെ വിടണ്ടേ, ബഷീറക്കൻ്റെ വീട് ഈ പുഴൻ്റെ വക്കത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ കനാല് ഈ പുഴ വെള്ളം കൂടിയ, പക്ഷേ ഇന്നലത്തെ ഒറ്റ മഴത്തെയാണ് കൂടുതൽ ഇങ്ങനെ ഒഴുക്ക് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ കനാൽ പുഴേൻ്റെ ചരക്കട ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. പാലത്തിന് മുകളിൽ കയറിയിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക്, ഒഴുക്കിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ കനാൽ പുഴയിലെ താഴയിലെ കാഴ്ച. പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളെ മുക്കത്തക്കട ഭാഗം പോകുന്ന പുഴയുടെ ഒഴുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം സ്ലോ ആണല്ലോ, പക്ഷേ നല്ല അടിയൊഴുക്കാണ്. അപ്പം നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല അടിയൊഴുക്കുണ്ട്, പക്ഷേ അത്ര ഒഴുക്കിൽ തന്നെയാണ് ഈ വെള്ളം കട. അവിടെ ഏകദേശം മൂടാനായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം മൂടിക്കൊണ്ട് വരികയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ പാലത്തിൻ്റെ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വരുന്ന ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പിലൂടെ നടന്നിട്ട് ഇങ്ങനെ പാലത്തിൻ്റെ സ്റ്റെപ്പിലൂടെ ഇറങ്ങിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നടന്നു പോകണം. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ, റോഡും കൂടിയിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണാം. നമുക്ക് ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ വീടുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതും പാടെ ഞാൻ ഉൾപ്പെടുത്താം. ഇവിടെയൊക്കെ വീടുകളും പാടുണ്ട്. ഈ പുഴയുടെ ഭാഗം കനാൽ പുഴ, ഇത് അക്കരെ ഭാഗം കോഴിക്കോട് ജില്ലയാണ്. ഞാൻ നിങ്ങളുടെ ആദ്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഭാഗം ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ല ഭാഗം. ഈ ഭാഗങ്ങളൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് അന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയ സ്ഥലം. ഇതാണ് നമ്മളെ കനാൽ പുഴയിലെ
ഒഴുക്ക് കൂടിയ മഴ കാരണത്താൽ 3 ദിവസമായി നല്ല ശക്തമായ മഴയായിരുന്നു. പക്ഷേ ഇങ്ങനെ വെള്ളം കൂടുതൽ വന്നിട്ടില്ല. ഇന്നിതാ നല്ല വെള്ളം കൂടുതൽ ശക്തമായി തന്നെയാണ്, നല്ല അടിയൊഴുക്ക് കൂടെ തന്നെ ഒഴുകുകയാണ് നമ്മളെ കനോലി കനാൽ പുഴ. അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഈ കെട്ടിൻ്റെ സൈഡിലേക്കൊക്കെ ഏകദേശം വെള്ളം നിറഞ്ഞു വരുന്ന ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നിറഞ്ഞു വരുന്ന കാഴ്ചകൾ അതുവെച്ചാൽ നിറഞ്ഞിങ്ങനെ ഒഴുകി വരുന്ന ഭാഗം കൂടുതലായി വരികയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്തിക്കുന്നത്. ആ ഭാഗങ്ങളിങ്ങനെ എടുത്തു വരികയാണ്. നമ്മളെ കനോലി കനാൽ പുഴയുടെ ഭാഗങ്ങളാണ് ഞാൻ എടുത്തു വരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളം ഇങ്ങനെ കൂടി വരുന്ന വെച്ചാൽ 2 ദിവസമായി നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വെള്ളം കൂടുതൽ ഇവിടെ ഇല്ല. ഞാൻ ഈ കനോലി കനാൽ പുഴയിലെ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ പോകുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളെ സുഹൃത്ത് ഇവിടെ ഉണ്ട്. ഷർട്ട് ഇട്ടിട്ടില്ല നമ്മളെ സുഹൃത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ ഇവിടെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മളെ സുഹൃത്തും പാടുണ്ട്. അപ്പോൾ ഈ പുഴയുടെ പക്കത്ത് തന്നെയാണ് നമ്മളെ ഈ സുഹൃത്ത് കൂടെ ഉള്ളത് കേട്ടോ. വീട് ഇവിടെയാണ്. അപ്പോൾ ഈ പുഴയുടെ പക്കത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്ന സ്ഥലം ഭാഗങ്ങളെയൊക്കെ അന്ന് വെള്ളം പൊന്തിയിട്ട് ഇവരൊക്കെ വീട് മാറി പോയ സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുണ്ട്. അത് ഓർമ്മയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ആ മഴയത്തിൽ അന്നൊക്കെ വീട് മാറി പോയി. അപ്പോൾ ഈ ഭാഗം പോയി ഇന്നിപ്പോൾ പറയാൻ കാരണം വെച്ചാൽ ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നും നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നല്ല കാറ്റ് കൂടുതൽ ഉണ്ടായ കാരണത്താലും ഈ ഭാഗങ്ങൾക്ക് വെള്ളം കൂടി വരുന്ന ആ ഭാഗം ഞാൻ അതിന് മുന്നേ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വെള്ളം കൂടുന്ന ഭാഗം പാടെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഭാഗം വേണ്ട അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഭാഗം കെട്ടിൻ്റെ 2 സൈഡ് നമ്മളെ കോഴിക്കോട് ജില്ല ഭാഗം ഒന്ന്, അതുപോലെ ഇപ്പുറം മലപ്പുറം ജില്ല ആ ഭാഗത്തിൻ്റെ 2 ഭാഗത്തിൻ്റെ ഭാഗം നേരത്തെ ഞാൻ നമ്മളെ സുഹൃത്തു കൂടെ ഇതിൽ പറഞ്ഞിരുന്നു. ആ സുഖം എന്താ പറയുക, ഇവിടെ വെള്ളം കൂടുതലാണോ കുറവാണോ ഇന്നത്തെ കാര്യത്തിൽ എന്താ പറയുക? ഇന്നലത്തെ ഇത് നമ്മളെ പേരെന്താ പറയുക? വിലാതേട്ടൻ. അപ്പോൾ എനിക്ക് ഓർമ്മയിട്ടില്ല. അപ്പോൾ വിലായിട്ടാണ്. അപ്പോൾ ഈ വിലായിട്ട് ഷർട്ട് ഇട്ടില്ല, അത് കുഴപ്പമില്ല, അത് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വിലായിട്ടിനോട് വായിക്കാണ്ട് ഇന്നലത്തെ നമ്മളെ ഇവിടെ കാറ്റ് എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? അതാ ഓക്കെ. ആ കാറ്റിനെ കുറിച്ച് എത്ര സമയം ഉണ്ടായിരുന്നു ആ കാറ്റ്? അതിനൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ? കഴിയുമ്പോൾ ഈ കാറ്റ് തുടങ്ങി, ഭയങ്കരമായ കാറ്റ്. അത് കഴിഞ്ഞ് ആ കാറ്റ് അമർന്നതിന് ശേഷം വീണ്ടും രണ്ടാമതും കാറ്റ് വരുന്നത്. അപ്പോൾ വയനാട് നമുക്ക് കേൾക്കുന്നുണ്ടോ അല്ലേ? വയനാടത്തെ അനുഭവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ഒഴുക്ക് പോയ ആളുകളെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഒരുപാട് മൃതദേഹമാണ് കണ്ടെടുത്തത്. ആ അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദം വരും. അപ്പോൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് അറിയണമെന്നുണ്ട്. നമ്മൾ ഈ കനോലി കനാൽ പുഴ കുറച്ചെങ്കിലും പുഴേൻ്റെ പക്കത്തായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ കനോലി കനാൽ പുഴയുടെ വക്കിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കനോലി കനാൽ പുഴയും പിന്നെ ചാലിയാറായിട്ടുള്ള ബന്ധങ്ങളൊന്ന് കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഒഴുകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ കനോലി കനാൽ പുഴ നമ്മൾ ഇവിടുന്ന് കടന്നു പോകുന്നു, ഫറോക്ക് ഭാഗത്തേക്ക് ഒഴുകി പോകുന്നു. ആ ഫറോക്കിൽ നിന്നാണോ ഇങ്ങോട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ രാനാട്ടി ഇങ്ങോട്ടാണോ വരുന്നത്? ഫറോക്കിൽ നിന്ന് വരുന്ന ആ ഭാഗമാണ് ഒഴുകി പോകുന്നത്. ആ ഫറോക്കിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന കടലിലേക്ക് പോകുന്നു. ബാക്കി ഇങ്ങോട്ട് ഫറോക്കിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളെ മറ്റേ പുല്ലിക്കടവ് കടന്ന് ഇപ്പുറത്തെ സൈഡിലൂടെ കനാൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ വീട് നിങ്ങൾക്ക് കണ്ടുകൊണ്ട ഈ കെട്ടിൻ്റെ 2 സൈഡ് വീടൊക്കെ നല്ല അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെന്താ കാരണം വെച്ചാൽ ഈ വീടെടുക്കാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം പ്രളയം സംഭവിച്ചിട്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതിന് ഞാൻ ചാനലൊന്നുമില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല ഈ ചാനലിലൂടെ ഇതെല്ലാം ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താ, നമ്മളെ പഞ്ചായത്തിലെ അധികൃതരും ഇവിടെ വന്നിട്ടൊന്ന് ഇടയ്ക്ക് അത് നമ്മൾ 16 വാർഡ്. അപ്പോൾ 16 വാർഡിലെ നമ്മൾ വിലായിട്ടാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ 16 വാർഡിലുള്ള നമ്മളെ മെമ്പറുണ്ട്. അപ്പോൾ മെമ്പറെ തൊട്ടടുത്ത് തന്നെ വെള്ളം നിൽക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം മെമ്പർ മാത്രമല്ല, നമ്മൾ ഈ മറ്റുള്ളവരും കൂടെ ഇത് അറിയണം. അപ്പോൾ എന്താ കാരണം ഒന്ന് വിശദം പറയാൻ പറ്റുമോ? കെട്ടിയ സമയത്ത് കെട്ടിയില്ല, ഇതുപോലെ ഉയർത്തി കെട്ടിക്കുകയാണെങ്കിൽ ഇവർക്കൊന്നാണ്ട് വെള്ളം കയറില്ല. അപ്പോൾ ഞാൻ പുഴേൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ആ ഭാഗം ഞാൻ നമ്മളെ വിലതട്ടം ഇതിൽ പറഞ്ഞിരുന്നു. ഇവിടെ കുറച്ച് ഭാഗത്ത് കെട്ടിൻ്റെ ഈ കെട്ട് പുഴയുടെ സൈഡ് ആ ഭാഗം താത്തിക്കെട്ടിയ ഭാഗം അതിനെക്കുറിച്ച് നമ്മുടെ വിലതട്ടൻ ഇവിടെ ഇതിൽ പറഞ്ഞിരുന്നു. ആ ഭാഗമാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനാസ്ഥ കാരണങ്ങളാണെന്നൊക്കെ നമ്മളെ വിലതട്ടം ഇതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഞാൻ പോകുന്ന ഈ പുഴേൻ്റെ ഭാഗത്ത് സൈഡിലൊക്കെ വെള്ളമുണ്ട്. ഇനിയും വെള്ളം ഞാൻ പറഞ്ഞു വെള്ളത്തിലൂടെ ഞാൻ നടന്നു പോകുന്നു. അത് നിങ്ങൾക്ക് കാണാം, വെള്ളത്തിലൂടെ ഞാൻ നടന്നു പോകുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം. ആ ഭാഗം ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പുഴേൻ്റെ സൈഡ് തന്നെയാണ് പിന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. പുഴേൻ്റെ ഈ കെട്ട് കണ്ട് കാണുന്നുണ്ടാവും. ഇനി ഈ ഭാഗത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് അതിൽ പറയുന്നത്.
അപ്പോൾ അത് ആ കാര്യം പാടെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കെട്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് ഇങ്ങോട്ട് കെട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കെട്ടുണ്ട് കണ്ടോ, ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊക്കെ ഈ സൈഡിലൊക്കെ കെട്ടുണ്ട്, ഫുൾ കെട്ടുണ്ട് അക്കരെ ഭാഗമൊക്കെ. പക്ഷേ ഈ ഭാഗത്തിൻ്റെ സൈഡ് കുറച്ച് കെട്ട് താത്തി നിൽക്കുന്ന ഭാഗമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അന്ന് കല്ലിൻ്റെ എന്താ ഒരു അനാസ്ഥ കാരണത്താൽ അവിടെ ഇത്രയും ഭാഗമുണ്ട് കേട്ടോ, ഇത്രയും ഭാഗം ആ തല വരണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് കെട്ടില്ല. അപ്പോൾ ആ കെട്ട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ കെട്ടുണ്ട്. പക്ഷേ ആ കെട്ടിൻ്റെ അപ്പുറത്തേക്കും വെള്ളം അതാ കയറുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ പാറക്കടവിൻ്റെ ഭാഗത്തേക്ക് ഒന്നുകൂടെ വന്നതാണ്. അപ്പോൾ വെള്ളം കൂടുകയാണ്. ആ കാഴ്ചപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ ആ വെള്ളം കൂടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പോൾ കനാൽ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന നല്ല അടിയൊഴുക്കുണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന നമുക്ക് പുറമെ നോക്കുമ്പോൾ അടിയൊഴുക്ക് കാണില്ല, മുകളിൽ അടിയിൽ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളെ ആ കനാൽ പുഴ. അപ്പോൾ എൻ്റെ ഭാഗം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കെട്ടിൻ്റെ കാര്യം വല്ലാതെ ചർച്ച ചെയ്ത ആ കെട്ടിൻ്റെ ഭാഗം സൈഡാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത്. ഇല്ല, ഈ പുഴയുടെ ഈ സൈഡ് ഭാഗം ഈ ഭാഗം കെട്ടില്ല. അപ്പോൾ വെലാട്ട അത് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മളെ ഈ മെമ്പറിൻ്റെ വീടും തൊട്ടടുത്തിട്ടോ. ഈ മെമ്പറിൻ്റെ വീടാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മെമ്പറിൻ്റെ വീടാണ് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീടുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിൻ്റെ കുറച്ച് ഉള്ളോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ഷീറ്റ് ഇട്ടി കാണാൻ പറ്റും. ആ ഷീറ്റ് ഇട്ടിൻ്റെ ഭാഗത്തുള്ള മെമ്പറുടെ വീട്. അപ്പോൾ ഇവിടെയാണ് ഈ കെട്ടിൻ്റെ ഇത് ഇല്ലാത്ത സ്ഥലം കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കെട്ട് ഇവിടെ അന്ന് വെലാട്ട പറഞ്ഞിരുന്നു ആ കെട്ട് ഇതിൻ്റെ അന്ന് പെട്ടെന്ന് നിർത്തിപ്പോയി ആ സംഭവം പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മുഴുവൻ ഈ കനാൽ പുഴയുടെ ഭാഗങ്ങളൊക്കെ കെട്ടിയിട്ടും പക്ഷേ ഈ ഭാഗം കെട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതാണ് വെലാട്ടം പറഞ്ഞത് അനാസ്ഥ കാരണമാണ് അത് പെട്ടെന്ന് നിർത്തിപ്പോയി എന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. അത് വെലാട്ടം ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതിന്ന് കാണിക്കുന്നത്. ഈ കെട്ടിൻ്റെ സൈഡാണ് കേട്ടോ. ബാക്കി സൈഡുകളെല്ലാം കെട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കി അക്കര ഭാഗവും ഇക്കര ഭാഗവും എല്ലാം ഉണ്ട്. ഈ കെട്ടിൻ്റെ സൈഡ് മാത്രം ഇവിടെ കെട്ടുകളില്ല. അപ്പം ഈ വീഡിയോയുടെ അടുത്ത ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കനാൽ പുഴ. അപ്പോൾ നമ്മൾ വെലാട്ടത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പുഴ വീതി കൂട്ടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെന്താ എന്നുള്ള അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റുമോ? അതിൻ്റെ തീരുമാനം എന്തൊക്കെയാണെന്നുള്ള അതിനൊരുപ്പെട്ടെ അന്ന് ഇവിടെ പൈലിങ്ങൊക്കെ ചെയ്തു പോയി എന്നല്ലാതെ അന്ന് പൈലിങ്ങൊക്കെ എല്ലാ സ്ഥലങ്ങളും ചെയ്തു. പിന്നെ അതിൻ്റെ ഭാഗങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അത് ഇനി നടക്കുമോ? ഇനി അടുത്ത വർഷം ഉണ്ടാവുമോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളെ ഈ റോഡ് പുഴയുടെ പക്കത്തുള്ള പരിസരത്തിലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു? പരിസരവാസികളുടെ അതിനെപ്പറ്റി എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ആരെങ്കിലും വന്നിരുന്നോ? ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വന്നിരുന്നോ? ആരും വന്നില്ല. വേറെ ഒന്നും വന്നില്ല. അപ്പോൾ നമ്മൾ വെലാട്ടം പറയണേ കാരണത്താൽ ഈ പുഴ വീതി കൂട്ടാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ വെലാട്ടിനെ കുറച്ച് കാര്യം കൂടെ ഇവിടുത്തെ കുറിച്ച് പറയാണ്ട്. എന്താണ് വെലാട്ട ഇവിടുത്തെ ഈ ഇതിനെക്കുറിച്ച് എന്താ ഈ കെട്ടിട്ടതിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യം കൂടെ എന്നോട് പറഞ്ഞു വെലാട്ടെ. അതിനെക്കുറിച്ച് എന്താ വെലാട്ടിന് പറയാനുള്ളത്? അച്ഛാ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അത് ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. ആ ഭാഗം ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കെട്ടി കുറച്ച് ഭാഗത്ത് ഇല്ലാത്ത സ്ഥലം കാണാം. കെട്ട് കുറച്ച് താഴെയായി കിടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഭാഗമൊക്കെ കെട്ടുണ്ട്, ഈ രണ്ട് സൈഡൊക്കെ കാണാം. പക്ഷേ ആ ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പക്ഷേ ആ ഭാഗത്തെ കാര്യമാണ് നമ്മൾ വെലാട്ടം പറയുന്നത് അല്ലേ? വെലാട്ട ആ ഭാഗത്തെ കാര്യമാണ് ഇപ്പോൾ വെലാട്ടം പറയുന്നത്. അപ്പോൾ അതെന്താ അതിനെപ്പറ്റി എന്താ പറയുള്ളത് വെലാട്ടിന്? പണി ലാസ്റ്റ് എത്തിയപ്പോൾ സാധനം ഇല്ലാതെ വന്ന് അപ്പം ഓല് കെട്ട് താഴ്ത്തി കെട്ടി മറ്റു മറുകര ഉയരണ്ടല്ലോ. അപ്പോൾ ഇല്ല. അപ്പോൾ അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? അനാസ്ഥ. അപ്പം നിങ്ങളെ കയ്യിൽ പണിയെടുത്ത വ്യക്തിയാണ് എനിക്കറിയാം. വെലാട്ടിനെ കയ്യിൽ വെലാട്ടിനും കുറേ ആളുകളും അതിൽ പിന്നെ അതിൻ്റെ ആരെങ്കിലും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ മെയിൻ ആളുകൾ? ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടില്ല. ആ കെട്ട് എങ്ങനെ ഇതിൻ്റെ കാര്യത്തിൽ അത് നോക്കിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ അനാസ്ഥകളൊന്നും സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ വെലാട്ടം പറയുന്ന കാര്യമുണ്ടല്ലോ, നമ്മളാ കെട്ട് ഈ പുഴയിലും എല്ലാ രണ്ട് സൈഡിലും കെട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പുറത്തെ ചരക്കട ഭാഗത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് വെള്ളം കടക്കുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി. ആ പുഴയുടെ ഒന്നരാളെ രണ്ടാളെ ആഴത്തിലുള്ള കെട്ടാണ് ഈ സൈഡിലുള്ള രണ്ട് സൈഡിൽ. ആ കെട്ടിൻ്റെ സൈഡിൽ നിന്ന് പുഴയിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴുകുന്ന ഭാഗമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൻ്റെ ഈ രണ്ട് സൈഡിൻ്റെ കെട്ടാണിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വെലാട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ലേ?
അപ്പോൾ ഈ കെട്ടിൻ്റെ ഒരു സൈഡ് ഇതാ അനാസ്ഥ കാരണം ആ കെട്ടുംപാടെ ഇവിടെ ഇല്ല എന്ന് അത് പെട്ടെന്ന് അത് നിർത്തിപ്പോയി എന്നൊരു കാര്യം പാടെ ബെലാട്ടനേക്കാൾ പണിയെടുത്തൊരു വ്യക്തിയാണ് എനിക്കറിയാം. അപ്പം ബെലാട്ട മഴ ചെയ്തപ്പോൾ കെട്ടി ആയി. അപ്പോൾ ബെലാട്ട പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഇങ്ങനെ അനാവസ്ഥകളോടെ ഈ സംഭവിച്ചില്ല. അപ്പോൾ ഇങ്ങനെ അവസ്ഥകൾ വരുമ്പോൾ നമുക്കിവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യങ്ങളും അത് വെള്ളം ഒഴുകി പോകാനുള്ള പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പരിഹരിക്കണം. ഈ പഞ്ചായത്തിൻ്റെ അധികൃതരൊക്കെ ഒന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നമ്മളെ നാടിനും എല്ലാവരും ഒരു സുരക്ഷിത വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും കിടന്നുറങ്ങുമ്പോഴൊക്കെ ഒരു സുരക്ഷിത നമുക്ക് എപ്പോഴും ഒരു ഓർമ്മ വേണം. എന്താ വെച്ചാൽ ഇന്നലെ സംഭവിച്ച വയനാട് സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ നമ്മൾ നിലവിലുണ്ട് വെള്ളപ്പൊക്കത്തിലൂടെ ഉരുൾപൊട്ടൽ കാരണം. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കരുത് എന്നൊരു പ്രാർത്ഥന. അപ്പം നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ഇപ്പോൾ നമ്മൾ അർജുനൻ ഇപ്പോൾ നമ്മളെ ഇതിൽ സംഭവിച്ച പോലെ അപ്പോൾ അതിൻ്റെ ഒരു തുമ്പ് പോലും കിട്ടില്ല. അവിടെ നമ്മളെ ഗവൺമെൻറ് അവിടെ പോയിട്ടും അതിന് പരിഹാരം ചെയ്യാനും പോയിട്ടും അതിൻ്റെ കാര്യത്തിലും അത് ഇനിയും 4 ദിവസം പടം നീട്ടിയിട്ടുള്ള ഒരു സംഭവം പടരുത് അല്ലേ? ശരിയല്ലേ വേലേട്ടാ? അപ്പോൾ ബെലാട്ടിന് ഇതിനെക്കുറിച്ച് ഇനി എന്താ പറയുക? ഇവിടെ ഇനി മഴ കൂടുതലായാൽ വെള്ളം ഇവിടേക്ക് പൊന്താൻ കൂടുതൽ ചാൻസ് ഉണ്ടോ? മഴ ശക്തമായിട്ട് ഇനിയും ഇപ്പം മഴ കുറച്ച് സമയം ഇപ്പോൾ 1 മണിക്കൂർ നേരം മഴയില്ല. അപ്പോൾ ഇനി മഴ കൂടിയാൽ വെള്ളം പൊന്തുമെന്ന് ഉറപ്പല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ള ഇവിടെയുള്ള നമ്മൾ ഈ പുഴയോരത്തുള്ള എല്ലാ ഈ വീടുകളിലുള്ള എല്ലാവരോടും സുരക്ഷിതമാവണം. അതുപോലെ ഈ ചാനൽ കാണുന്ന നമ്മളെ പുറമേയുള്ള ആളുകൾ ഇതിലെ അധികൃതരും നമ്മളെ ഇതിലേക്കുള്ള ഒരു നിരീക്ഷണവും കൂടെ ഇതിൽ വേണം എന്നും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞവർ ഈ കെട്ടിൻ്റെ കാര്യത്തിലും അതിന് ഇപ്പോൾ ബെലാട്ട് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും നിങ്ങൾ അത് ഒരു തീരുമാനം ഇനിയിപ്പോൾ ഈ നടക്കലുണ്ടാവില്ല, എന്താ ഈ മഴക്കാലത്തൊന്നും നടക്കില്ല. പക്ഷേ അതിൻ്റെ തീരുമാനം ഈ ചാനൽ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ അതും ഇവിടെ വേണം. ഓക്കെ, എന്താ ബെലാട്ടാ? ഒരു ബോയ്. ഓക്കെ. അപ്പോൾ കണ്ടില്ലേ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി മഴ ഇത് കൂടുതൽ തുടർന്നാൽ ഇവിടെ വെള്ളം കൂടുതൽ പൊങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീടൊക്കെ വേണ്ടി തൊട്ടടുത്തുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ ഞാനിതിൽ നടന്നിട്ട് നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.